അറബിക്കടലിന്റെ അടിത്തട്ടിൽ ഭൗമപാളികൾ തമ്മിലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ടോ? പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കടലിനടിയിൽ രൂപപ്പെട്ടിട്ടുള്ള വിള്ളലുകൾ കേരളത്തിന്റെ തീരത്തെ ദുർബലമാക്കുകയാണോ? കിണറുകൾ പെട്ടെന്ന് വറ്റുന്നതും കടൽക്ഷോഭം അതിശക്തമാകുന്നതും തമ്മിൽ വേർപെടുത്താനാവാത്തൊരു ബന്ധമുണ്ട്. കരയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് കുറയുമ്പോൾ കടൽ അതിന്റെ ശൂന്യത നികത്താൻ കരയിലേക്ക് തള്ളിക്കയറുന്നു. ഇത് ഭൂമിക്കിടയിൽ സംഭവിക്കുന്ന ഒരു നിശബ്ദ അധിനിവേശമാണ്. പ്രകൃതി അതിൻ്റെ അതിരുകൾ പുനർനിർണയിക്കുകയാണ്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ തീരങ്ങൾ ഇന്ന് അപകടരേഖയിലാണ്. ശാസ്ത്രം ഇതിനെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് വിളിക്കുമ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടത് ഭൂമിക്കടിയിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ മാറ്റത്തെയാണ്. കേരളം എന്ന ഈ കൊച്ചു ഭൂപ്രദേശം കടലിന് വിട്ടു നൽകേണ്ടി വരുമോ? വരും തലമുറയ്ക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഈ മാറ്റങ്ങൾ അവശേഷിക്കുകയാണ്. ഈ പ്രതിഭാസങ്ങൾക്ക് മുന്നിൽ നമുക്ക് പകച്ചു നിൽക്കാൻ കഴിയില്ല. പ്രകൃതി അതിൻ്റെ ഭാവം മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായി നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കാൻ ശാസ്ത്രീയമായ വഴികൾ തേടണം. വെറും കല്ലുകൾ കൊണ്ട് കടലിനെ തടയുന്നതിന് പകരം ചെല്ലാനത്തും വിഴിഞ്ഞത്തുമൊക്കെ പരീക്ഷിച്ചതുപോലെ ശാസ്ത്രീയമായ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ സംവിധാനങ്ങളും ജൈവ വേലികളും ഒരുക്കണം. രണ്ടാമതായി നമ്മുടെ ഭൂഗർഭജലം സംരക്ഷിക്കുകയും കിണറുകൾ വറ്റുന്നത് തടയാൻ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി വിടുകയും വേണം. കരയിലെ ജലസമ്മർദ്ദം നിലനിർത്തിയാൽ മാത്രമേ കടൽ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയൂ. ഏറ്റവും പ്രധാനമായി പ്രകൃതി നൽകുന്ന ഓരോ ചെറിയ സൂചനയും ഗൗരവത്തോടെ നിരീക്ഷിക്കണം. തീരദേശ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത നിർമ്മാണ രീതികൾ പിന്തുടർന്നും മാത്രമേ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. പ്രകൃതിയെ തോൽപ്പിക്കാനല്ല, പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ മണ്ണ് നമുക്ക് ശേഷമുള്ളവർക്കും അവകാശപ്പെട്ടതാണ്.